ജെറുസലേം നഗരവീഥികളിൽ ഒലിവ് ചില്ലകളും ഈന്തപ്പനയോലകളും ഏന്തി ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് ജനം ആർത്ത് വിളിക്കുമ്പോൾ അവിടെ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുകയായിരുന്നു. യോദ്യായിലെ വരണ്ട മണ്ണിലൂടെയും പൊടിപ്പടങ്ങൾക്കിടയിലൂടെയും ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്ന ക്രിസ്തു ലോകത്തിലെ രാജാക്കന്മാരിലും ഭരണാധികാരികളിൽ നിന്നും തികച്ച് വ്യത്യസ്തനായിരുന്നു. അവിടുന്ന് അധികാരത്തിന്റെ ചെങ്കോലോ സമ്പത്തിന്റെ ആഡംബരമോ സൈന്യത്തിന്റെ കരുത്തോ അവിടുന്ന് പ്രദർശിപ്പിച്ചില്ല. പകരം ശാന്തതയുടെയും താഴ്മയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും രൂപമായി അവിടുന്ന് ജനമധ്യത്തിലൂടെ നീങ്ങി. എന്തായിരുന്നു ആ ജനക്കൂട്ടത്തിന്റെ പ്രതീക്ഷ? നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരുമായ ഒരു ജനതയുടെ നെടുവീർപ്പുകളായിരുന്നു ആ ഓശാന മന്ത്രങ്ങളിൽ മുഴങ്ങിക്കേട്ടത്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നായിരുന്നു. തങ്ങളുടെ ദാരിദ്ര്യത്തിനും അടിമത്തത്തിനും അറുതി വരുത്താൻ എത്തുന്ന ഒരു രാഷ്ട്രീയ വിമോചകനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തു അവർക്ക് നൽകിയത് അതിനേക്കാൾ വലിയൊരു വിമോചനമായിരുന്നു. പാപത്തിൽ നിന്നുള്ള എന്നേക്കുമായുള്ള വിമോചനം.